നമ്മളിന്ന് ഹെൽത്തി ആയിട്ടൊരു ബനാന കോഴിക്കോട്ടയാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ടുള്ള ഫില്ലിങ്സ് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് ചിരകിയ തേങ്ങ, ഡേറ്റ്സ് കട്ട് ചെയ്തത്, ഫിഗ് കട്ട് ചെയ്തത്, അതുപോലെ കുറച്ച് റൈസിൻസ്, ഫ്ലേവറിനായിട്ട് ഏലയ്ക്ക നമുക്കൊന്ന് ആവിയിലൊന്ന് പുഴുങ്ങിയെടുക്കാം. അതിനുശേഷം ചൂടായ പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ് ഇൻഗ്രീഡിയൻസ് എല്ലാം നമുക്ക് ഈ പാനിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. തേങ്ങ, അതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത ഫിഗ്, ഡേറ്റ്സ്, റൈസിൻസ് ഇതെല്ലാം നെയ്ക്കകത്തൊന്ന് വഴറ്റിയെടുക്കാം. നമുക്ക് നട്ട്സൊക്കെ ചേർക്കണമെങ്കിൽ അതുകൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ നട്ട്സ് ഒന്നും ചേർത്തിട്ടില്ല. ഇനി നമുക്ക് ഫ്ലേവറിനായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഏലക്കപ്പൊടിയും അതുപോലെ കുറച്ച് ശർക്കര ഉരുക്കിയതും കൂടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. മധുരം നോക്കിയതിന് ശേഷം മതി. ഡേറ്റ്സിനും അതുപോലെ ഫിഗിനൊക്കെ ചെറുതായിട്ട് മധുരം ഉള്ളതാണ്. അതുകൊണ്ട് ആവശ്യത്തിനുള്ള ശർക്കരപ്പാനി ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന ഏത്തയ്ക്ക അതിൻ്റെ നടുഭാഗത്തെ കുരുവെല്ലാം കളഞ്ഞതിന് ശേഷം നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. നല്ല പഴുത്താണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉടച്ചെടുക്കാൻ പറ്റുന്നതാണ്. ഇനി നന്നായിട്ട് ഉടച്ചതിന് ശേഷം നമുക്ക് മധുരം വേണമെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ മധുരം ചേർത്ത് കൊടുത്തിട്ടില്ല, കുറച്ച് ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് അതിനകത്തേക്ക് 1 കപ്പ് അരിപ്പൊടിയും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ട് കൈകൊണ്ട് നല്ല സോഫ്റ്റ് ആകുന്ന വരെ ഒന്ന് കുഴച്ചെടുക്കാം. നമുക്ക് ഈ സമയത്ത് വേണമെങ്കിൽ കുറച്ച് നെയ്യൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് നല്ല സ്മൂത്തായിട്ട് ഇത് കുഴച്ചെടുക്കാനായിട്ട് പറ്റും. എത്രയും നന്നായിട്ട് കുഴച്ചെടുക്കുന്നോ അത്ര നല്ല സോഫ്റ്റായിട്ട് നമുക്ക് നമ്മുടെ കോഴിക്കോട്ട കിട്ടും. അതിനുശേഷം ചെറിയ ഉരുളകളായിട്ട് എടുത്തതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ് ഇതിനകത്ത് വെച്ചതിന് ശേഷം ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് റോൾ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ചെറിയ ഉരുള എടുക്കുമ്പോൾ കുറച്ച് നെയ്യ് കയ്യിൽ തടവുകയാണെങ്കിൽ നമുക്ക് ഒട്ടിപ്പിടിക്കാതെ നല്ല ഷേപ്പിൽ എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന ഫില്ലിംഗ് എല്ലാം ഇതിനകത്തേക്ക് വെച്ചതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ അത് മോൾഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് റൗണ്ട് വേണമെങ്കിൽ റൗണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പാണെന്ന് വെച്ചാൽ ആ ഷേപ്പിൽ എടുക്കാവുന്നതാണ്. ഇപ്പം നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ കളർഫുൾ, സാധാരണ നമ്മളുണ്ടാക്കുമ്പം വെള്ള കോഴിക്കോട്ടയല്ല, ഇതിപ്പം ഏത്തയ്ക്കായും കൂടി ചേർക്കുമ്പോൾ നല്ലൊരു ലൈറ്റ് മഞ്ഞ കളറിലെ കോഴിക്കോട്ടയാണ് നമുക്ക് കിട്ടുന്നത്. എല്ലാം നന്നായിട്ട് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നുകൂടെ സ്റ്റീം ചെയ്തെടുക്കാം. ഒരു 15 to 20 മിനിറ്റ്സ് സ്റ്റീം ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കോഴിക്കോട്ട നമുക്ക് റെഡി ആയിട്ട് കിട്ടും. നല്ല സോഫ്റ്റാണ്, അതുപോലെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കോഴിക്കോട്ടയാണ്. ഞാനിപ്പോൾ ഒന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. കട്ട് ചെയ്യുമ്പോഴത്തേക്ക് നല്ല ഫ്ലേവറാണ്. നമ്മുടെ ഏലക്കയുടെയും അതുപോലെ തന്നെ ആ ഫില്ലിങ്സിൻ്റെയൊക്കെ നല്ല ഫ്ലേവർ വരും. നല്ല സോഫ്റ്റാണ്, അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വെറൈറ്റി കോഴിക്കോട്ടയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.